നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിനായാണ് കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു ജി സുധാകരന്റെ വിവാദ പ്രസംഗം. നിങ്ങളുടെ എല്ലാം MSCP വലിയ നേതാവായിരുന്ന ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാധനം അവയെല്ലാം ദേശീയാഭിവൃദ്ധി ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയതിൽ. അതൊക്കെ തെറ്റായ കാര്യം. ഇത് എന്റെ പേര് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഏത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം കൂടിയാണ് സുധാകരൻ നടത്തിയിട്ടുള്ളത്? ഇനിയിപ്പോ കേസെടുത്താലും വിഷയമല്ല, ബാലറ്റ് പൊട്ടിച്ചു പരിശോധിച്ചു തിരുത്തി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഇതൊരു തിരുത്തലോ ആയിട്ടുള്ള ഒരു പ്രസംഗമല്ല താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൂടിയാണ് ജി സുധാകരന്റെ വാക്കുകളിൽ, അല്ലേ? തീർച്ചയായും അപർണ, 36 വർഷം മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് അനുഭവമാണ് ജി സുധാകരൻ ഓർത്തെടുക്കുന്നത്. പക്ഷേ സുധാകരൻ നടത്തിയ ആ പരാമർശം അങ്ങേയറ്റം വിവാദം ഉണ്ടാക്കുന്നതാണ് എന്നതാണ് പ്രത്യേകത. കാരണം ഈ പോസ്റ്റൽ വാലറ്റിൽ കൃത്രിമത്വം നടക്കുന്നുണ്ട് എന്നത് നേരത്തെ ഉണ്ടാകുന്ന ആക്ഷേപമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പോസ്റ്റൽ ബാലറ്റുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നു എന്ന ആക്ഷേപം നേരത്തെ ഉള്ളതാണ്. പക്ഷേ ഇങ്ങനെ തങ്ങൾ നടത്തിയിരുന്നു എന്ന കാര്യം ജി സുധാകരൻ തുറന്നു പറയുകയാണ്. അന്ന് സുധാകരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ആളുകൂടിയായിരുന്നു. അപ്പം അദ്ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പോസ്റ്റൽ ബാലറ്റുകൾ തുറന്നു പരിശോധിച്ചു. അതിൽ 15% വോട്ടുകൾ പാർട്ടി വോട്ടുകളല്ലായിരുന്നു. അദ്ദേഹം പങ്കെടുത്തത് NGO യൂണിയന്റെ ഒരു പരിപാടിയിലാണ്. അപ്പം NGO യൂണിയൻ പ്രവർത്തകരുടെ വോട്ടുകളൊന്നും പാർട്ടിക്കും പാർട്ടി അനുകൂല സംവിധാനങ്ങൾക്കും കിട്ടുന്നില്ല എന്ന് പരാമർശിച്ചു പോകുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അപ്പോൾ 15% വോട്ടുകൾ അത് പാർട്ടി വോട്ടുകളായിരുന്നില്ല. തങ്ങൾ പിന്നീട് ഇത് തുറന്നു പരിശോധിച്ച് തിരുത്തി പിന്നീട് പോസ്റ്റൽ ബാലറ്റ് കൈമാറി. കേസെടുത്താലും തനിക്ക് പ്രശ്നമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കട്ടെ എന്ന വെല്ലുവിളിയോടുകൂടിയാണ് ജി സുധാകരൻ ഇത് പറയുന്നത്. സ്വാഭാവികമായും സുധാകരൻ അത് പറഞ്ഞു പോകുമ്പോൾ വെട്ടിലാവുന്നത് CPM നേതൃത്വം തന്നെയാണ് എന്നതാണ് സാഹചര്യം. സുധാകരന്റെ വാർത്ത ഇന്നലെയാണ് സുധാകരൻ ഇത്തരം ഒരു പരാമർശം നടത്തിയത്. ആ പരാമർശത്തിന് ശേഷം ഇതുവരെയും CPM കേന്ദ്രങ്ങളാരും തന്നെ ഇക്കാര്യത്തിൽ ആ തരത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. നമുക്ക് സുധാകരന്റെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാം. CPM നേതൃത്വവുമായി അത്ര കണ്ട അടുപ്പത്തിലല്ല ജി സുധാകരൻ. പല വിവാദ പ്രസ്താവനകളും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുധാകരൻ നേരത്തെ നടത്തിയിട്ടുണ്ട്. സമാനമായി തൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് സുധാകരൻ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റുപറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഞെട്ടൽ വലുതാണ് എന്ന് മാത്രമല്ല CPM നേതൃത്വത്തിന് കൂടി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് തുടർച്ചയായി പാർട്ടി നേതാവ് തന്നെ അത് ഏറ്റുപറയുന്നു എന്നതാണ് മുൻ മന്ത്രിയും CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ ജി സുധാകരന്റെ ഈ വാക്കുകൾ. സ്വാഭാവികമായും CPM നേതൃത്വം ഇനി എന്തു പറയുമെന്നതാണ് ചൂണ്ടിക്കാണുന്ന കാര്യം. സുധാകരന്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. സുധാകരൻ സൂചിപ്പിച്ചത് NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു പൊതുസമ്മേളനത്തിലാണ് സുധാകരൻ ഇത് സംസാരിച്ചത്. ദേവദാസ് മത്സരിച്ചപ്പോൾ താൻ നടത്തിയ നീക്കം, അന്ന് വക്കം പുരുഷോത്തമനായിരുന്നു, അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. വക്കം പുരുഷോത്തമനാണെന്ന് വിജയിച്ചത്. 18,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റത്. ദേവദാസിന് വലിയ സ്വീകാര്യതയൊന്നും ഇല്ലായിരുന്നിട്ട് കൂടി മികച്ച പ്രകടനമാണ് തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവർ നടത്തിയത്. അതിനിടയിൽ തങ്ങൾ ഈ പോസ്റ്റൽ വോട്ടുകൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തുറന്നു പരിശോധിച്ചപ്പോഴാണ് അതിൽ 15% വോട്ടുകൾ പാർട്ടി സ്ഥാനാർത്ഥിക്കല്ല പോൾ ചെയ്യപ്പെട്ടതെന്ന് കാണുകയും പിന്നീട് തങ്ങൾ തിരുത്തി എന്നതാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമം അനുസരിച്ച് അതിഗുരുതരമായ ചട്ടലംഘനമാണ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സുധാകരൻ ഏറ്റുപറയുന്നത്. സ്വാഭാവികമായും കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുമോ? 36 വർഷം മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമാണ്. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നെങ്കിൽ സാഹചര്യം ഒന്നുകൂടി മാറിയേനെ. എന്തായാലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതാണ് സജിത്ത്, ഇതിലിപ്പോ വക്കം ജയിച്ച ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആ തരത്തിൽ എങ്കിൽ പോലും ഇങ്ങനെയാണ് പല തെരഞ്ഞെടുപ്പുകളിലും CPM നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ആരോപണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ അടക്കം ഭാഗത്തു നിന്ന് വരും. അത് ഒരുപക്ഷെ കൂടുതൽ പരാതികളൊക്കെ വന്നുകൂടായികയില്ല. അങ്ങനെ വെട്ടിലാകുന്നു പാർട്ടി. ആലപ്പുഴയിൽ തന്നെ ഇത്തരത്തിൽ ബാലറ്റ് പൊട്ടിക്കാനും തിരുത്താനുമൊക്കെ CPM നടന്നു എന്ന് ജി സുധാകരൻ തന്നെ പറയുമ്പോൾ ഇരയിട്ട് കൊടുക്കുന്നു മറുപക്ഷത്തിന് എന്നുള്ളത് വ്യക്തമാണല്ലേ?
തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു നേതാവ് ഇക്കാര്യം തുറന്നു പറയുന്നത്. അങ്ങനെയെങ്കിൽ CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാർട്ടി എന്ന തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടാൻ എതിർചേരിക്ക് ആയുധം നൽകുന്ന പ്രസ്താവനയെ തന്നെ അത് മാറുകയാണ്. ജി സുധാകരനെ തള്ളിപ്പറയാൻ തീർച്ചയായിട്ടും CPM തയ്യാറാവേണ്ടി വരും. CPM നേതാക്കൾ അത്തരം നിലപാടുകൾ പരസ്യമായി എടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം അത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ല. സുധാകരൻ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്ന നിലപാടായിരിക്കും CPM ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോവുക. എന്തായാലും ഈ സുധാകരന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വലിയൊരു അട്ടിമറി നടത്തി എന്ന ഏറ്റെടുക്കലാണ് CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് നടത്തുന്നത്. പക്ഷേ ഒരു 36 വർഷം മുമ്പുള്ള ചരിത്രമാണ് എന്നതുകൂടിയാണ് ഒരു സാഹചര്യമുള്ളത്. എന്തായാലും പഴയ കാര്യങ്ങൾ ഓർത്ത് പരാമർശിക്കുന്നതിനിടയിലാണ് ജി സുധാകരൻ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇന്നലെ NGO യൂണിയന്റെ പരിപാടിയിലാണ്, സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള ഒരു പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം. CPM പലപ്പോഴും വടക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നു, അവിടെ ബൂത്ത് പിടിക്കുന്നു, അങ്ങനെ പല ആക്ഷേപങ്ങൾ മുൻകാലങ്ങളിലും നേരിട്ടുള്ളതാണ്. പക്ഷേ ഈ പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിരുന്നു എന്ന കാര്യം ഒരു CPM നേതാവ് ഏറ്റുപറയുന്നു എന്നത് ഏറെ പ്രത്യേകതയുണ്ട്. ഇതാദ്യമായ സംഭവമാണ്. നമുക്കറിയാം CPM രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിലും നേതാക്കളുടെ ഇത്തരം ഏറ്റുപറച്ചിലുകൾ വലിയ വിവാദമുണ്ടാക്കിയിട്ടുള്ളതാണ്. MM മണിയുടെ 1, 2, 3 പ്രസംഗമൊക്കെ CPM രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയതും ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയതുമാണ്. സമാനമായി തെരഞ്ഞെടുപ്പ് രംഗത്തിലും CPM ഇങ്ങനെ അട്ടിമറി നടത്തിയിരുന്നു എന്ന് ജി സുധാകരനെ പോലെ വളരെ ഇമേജുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് തുറന്നു പറയുമ്പോൾ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. CPM നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നടക്കം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷേ ഈ പഴയ തെരഞ്ഞെടുപ്പുകൾ കൂടി പരാമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ വന്നിട്ടുണ്ടോ? അത്തരം ഒരു രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായങ്ങൾ വന്നതിനപ്പുറത്തേക്ക് പാർട്ടി പൊതുവായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്തായാലും അത് CPM കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. കാരണം ജി സുധാകരനെതിരെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടി CPM-നെ കടന്നാക്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കോൺഗ്രസിന്. അതുകൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. അന്ന് മത്സരിച്ചിരുന്ന വക്കം പുരുഷോത്തമൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒപ്പം അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞേക്കാം. കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തേക്കാം. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പ്രസ്താവനയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് നിലപാട് പറയാവുന്ന സാഹചര്യമോ ഉണ്ടായേക്കാം. കാരണം ജി സുധാകരന്റെ തുറന്നു പറച്ചിൽ ആ തരത്തിൽ പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ ജി സുധാകരൻ പാർട്ടിയുമായി ഇപ്പോൾ അല്പം അകന്നു കിടന്നിരിക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഒരുപക്ഷെ CPM നേതാക്കൾക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സുധാകരൻ ഇപ്പോഴും ഒരു പാർട്ടിയുടെ അനുബന്ധ വേദിയിലാണ് ഇത്തരം കാര്യം പറഞ്ഞത് എന്നത് വളരെ പ്രസക്തമാണ്. മറ്റൊന്ന്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. സ്വാഭാവികമായും അത് ഉന്നയിക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും എന്നതാണ്. തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ CPM പലപ്പോഴും ബൂത്ത് പിടുത്തം നടത്തി, തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തി തുടങ്ങിയ ആക്ഷേപങ്ങൾ മുമ്പ് നേരിട്ടിട്ടുള്ളതാണ്. ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, അത് നമുക്കറിയാം. പോസ്റ്റൽ ബാലറ്റിന്റെ രീതികൾ മുൻകാലങ്ങളിൽ ഇങ്ങനെയാണ്. അത് തങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്ന് കരുതുന്ന പോസ്റ്റൽ വോട്ടുകൾ പാർട്ടികൾ നേരിട്ട് സ്വീകരിക്കുകയാണ് പതിവ്. അത് തങ്ങൾ തുറന്നു പരിശോധിച്ചു എന്ന് മാത്രമല്ല, അതിൽ ജി സുധാകരൻ പറയുന്നത് തിരുത്തൽ വരുത്തി എന്നുകൂടെ സുധാകരൻ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അത് ക്രിമിനൽ നടപടിക്രമങ്ങൾ അതിൽ വേണ്ടിവരുന്നതാവാം. ഒരുപക്ഷെ നിയമവിദഗ്ധരാവും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരിക. എന്തായാലും 36 വർഷം പഴക്കമുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ഒരു നേതാവ് നടത്തുമ്പോൾ അത് സ്വാഭാവികമായും നിയമപരമായി തെളിയിക്കപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനം വേണം. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരുപക്ഷെ പോകാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദമായിരിക്കും. ഞാൻ തിരികെ എത്താം സജിത്ത്. ഇപ്പോൾ